കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയുടെ അവശേഷിക്കുന്ന സ്മാരകമായി നിലനിൽക്കുകയാണ് പാലക്കാട് കഞ്ചിക്കോട്ടെ റെയിൽവേ കോച്ച് ഫാക്ടറി. ഇത്തവണത്തെ കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിലെങ്കിലും ഉൾപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് റെയിൽവേക്ക് നൽകിയ 439 ഏക്കർ ഭൂമി കാടുപിടിച്ച് കിടക്കുകയാണ്. വർഷം 13ആയി കേരളം കാത്തിരിക്കുകയാണ് പാലക്കാട് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്കായി. VS സർക്കാരിന്റെ കാലത്ത് ആവിഷ്കരിച്ച പദ്ധതി അന്നത്തെ പാലക്കാട് MP ആയിരുന്ന MP രാജേഷിന്റെ ശ്രമഫലമായാണ് റെയിൽവേ ബജറ്റിൽ ഉൾപ്പെടുത്തിയത്. പിന്നീട് 2012 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉമ്മൻചാണ്ടി പദ്ധതിക്ക് തറക്കല്ലിട്ടെങ്കിലും 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ പദ്ധതി പിന്നീട് ഇതുവരെ 1 ഇഞ്ച് പോലും മുന്നോട്ടു പോയില്ല. പാലക്കാട് MP VK ശ്രീകണ്ഠൻ കോച്ചു ഫാക്ടറിക്കായി യാതൊരു ഇടപെടലും നടത്തുന്നില്ലെന്ന് CPIM നേതാവ് നിതിൻ കണിച്ചേരി. പാലക്കാട് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയ ജനപ്രതിനിധിയായ ശ്രീ VK ശ്രീകണ്ഠൻ ഒരു നിലയിലും ഈ കോച്ച് ഫാക്ടറിക്കായി ഏതെങ്കിലും തരത്തിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുകയോ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥമായ ഇടപെടൽ ഈ കോച്ച് ഫാക്ടറിക്ക് വേണ്ടി നടത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധിയായി നിൽക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ഇങ്ങനെ ഒരു കോച്ച് ഫാക്ടറി ആവശ്യമില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ സർക്കാർ ഏറ്റെടുത്ത് നൽകിയ ഈ സ്ഥലം കേരളത്തിന് തിരിച്ചു നൽകാൻ റെയിൽവേ തയ്യാറാവുകയാണ് വേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി ആവശ്യമില്ലെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിനെന്നും കേരളത്തോട് പകയാണ് BJPക്കെന്നും നിതിൻ കണിച്ചേരി ആരോപിച്ചു. BJPയുടെ സർക്കാരാണെങ്കിൽ കേരളത്തിലെ വികസന പദ്ധതികൾ അട്ടിമറിക്കുന്നു എന്ന് മാത്രമല്ല, കേരളം ഏറ്റെടുത്ത് നൽകിയ സ്ഥലമുണ്ടായിട്ട് പോലും ഇങ്ങനെ ഒരു ഫാക്ടറി വേണ്ട എന്ന നിലപാടെടുക്കുന്നതും BJPയുടെ ഒരു കേരളത്തോടുള്ള രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണ്. VS അച്യുതാനന്ദൻ സർക്കാരാണ് കോച്ച് ഫാക്ടറിക്കായി 439 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് റെയിൽവേക്ക് നൽകിയത്. കേരളത്തിൻ്റെ വികസന പദ്ധതികളിൽ ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്ന കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയാണ് ഇതുപോലെ താഴിട്ട് പൂട്ടിയിരിക്കുന്നത്. ഈ പൂട്ടലിന് ഇനി മോചനമുണ്ടാകുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. ക്യാമറമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്.